നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എന്ന ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രേമികളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2026 ഏപ്രിൽ മാസം 9-ാം തീയതി വ്യാഴാഴ്ച ദിവസം നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വിജയിച്ചു വരിക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് ഞാൻ ഇവിടെ പ്രവചിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷ വിശ്വാസികളെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്തത്. എല്ലാവർക്കും ജ്യോതിഷപരമായിട്ട് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പാലാ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജോസ് കെ മാണി വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പല പ്രാവശ്യം പരാജയപ്പെട്ട് മത്സര രംഗത്ത് നിന്നും പിന്മാറാതെ വീണ്ടും മത്സര രംഗത്തിറങ്ങി വിജയം കൈവരിച്ച മാണി സി കാപ്പനും പാലായിൽ മത്സരിക്കുന്നുണ്ട്. 2021 മാണി സി കാപ്പനാണ് പാലായിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ജോസ് കെ മാണിയും അതുപോലെ തന്നെ മാണി സി കാപ്പനും NDAയുടെ സ്ഥാനാർത്ഥിയായി PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും മത്സരിക്കുന്നു. പാലായിൽ ത്രികോണ മത്സരമാണ് പാലായിൽ നടക്കുന്നത്. ഈ ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കും? 3 പേരും കത്തോലിക്ക സമുദായ അംഗങ്ങളാണ്. ഈ 3 പേരും തങ്ങളുടെ സമുദായത്തിന്റെ സ്വാധീന ശക്തി വിളിച്ചോതുന്ന പാലായിൽ 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. അങ്ങനെ ജനങ്ങൾ ജനവിധി എഴുതി. ഇനിയിപ്പോൾ ആര് ജയിക്കുമെന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് പാലായിലെ ജനങ്ങൾ. അപ്പോൾ പാലായിലെ ജനങ്ങളോട് ജ്യോതിഷപരമായിട്ട് പറയുന്നു, ഞാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് പറയുന്നത്. അത് അവരുടെ ജനന തീയതി ഗൂഗിളിൽ നിന്നും ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നക്ഷത്രം മനസ്സിലാക്കി ആ നക്ഷത്രത്തിന് വിജയസാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് ജോസ് കെ മാണിയെ കുറിച്ച് ചിന്തിക്കാം. ജോസ് കെ മാണി 2021 തെരഞ്ഞെടുപ്പിൽ പാലായിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും മത്സര രംഗത്തിറങ്ങി സജീവമായി പ്രവർത്തിച്ച് അതുപോലെ ജോസ് കെ മാണിയുടെ പാർട്ടി പ്രവർത്തകരും ആരാധകരും ഒക്കെ 2026 മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ജോസ് കെ മാണി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലും കൂടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജോസ് കെ മാണി ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ ജനന തീയതി അറിയണം. ജനന തീയതി അറിഞ്ഞാൽ മാത്രമേ ജോസ് കെ മാണി ഏത് നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് പറയാൻ കഴിയുള്ളൂ. ആ നക്ഷത്രത്തിന് വിജയ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ച് തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോൾ ജോസ് കെ മാണിയുടെ നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ ഇതിലേതെങ്കിലും ഒരു നക്ഷത്രമാകാം. അപ്രകാരം ചിന്തിക്കുമ്പോൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാർക്ക് 12-ൽ ശനി നിൽക്കുന്ന സമയമാണ്, 3-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. ജയസാധ്യത വളരെ കുറവാണ്. അപ്പോൾ ജോസ് കെ മാണി ജയിക്കുമെന്ന് ജ്യോതിഷപരമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കേട്ട് ദയവായിട്ട് എന്നെ ചീത്ത വിളിക്കുന്നത് ഞാൻ ജ്യോതിഷപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ കമന്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിക്കൂ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ലോകത്താണല്ലോ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ വിജയ സാധ്യത കുറവായിട്ടാണ് ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ കാണുന്നത്. ഗൂഗിൾ തന്ന ജനന തീയതി വെച്ചാണ് ഞാൻ പറയുന്നത്. ഗൂഗിൾ തന്ന ജനന തീയതി പ്രകാരം 1965 മെയ് മാസം 29-ാം തീയതിയാണ് ജോസ് കെ മാണി ജനിച്ചതെന്ന് ഗൂഗിൾ പറയുന്നു. അപ്പോൾ അന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 12-ലെ ശനിയും 3-ലെ വ്യാഴവും വിജയ സാധ്യത നൽകുന്നില്ല, പരാജയത്തിനാണ് സാധ്യത എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മാണി സി കാപ്പനെ കുറിച്ചാണ്. മാണി സി കാപ്പൻ പാലായിൽ പല പ്രാവശ്യം പരാജയപ്പെട്ട വ്യക്തിയാണ്. പരാജയപ്പെട്ടിട്ടും പിന്മാറാതെ വീണ്ടും മത്സരിച്ച് 2021 ജയിച്ച് MLA ആയി 5 വർഷം പൂർത്തിയാക്കിയ ഒരു ജനപ്രതിനിധിയായിരുന്നു മാണി സി കാപ്പൻ.
മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് കണ്ടെത്തിയത് മാണി സി കാപ്പന്റെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. മാണി സി കാപ്പന് ഒരു ബുധനാഴ്ച ദിവസമാണ് ജനിച്ചത്. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഇദ്ദേഹത്തിന് കലാപരമായിട്ടുള്ള ഒരു പ്രേമമുള്ള ഒരു വ്യക്തിയാണ്, കലാപരമായ മേഖലകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ബുധനാഴ്ച ദിവസം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചാൽ തീർച്ചയായിട്ടും കലാപരമായിട്ടുള്ള മേഖലകളിൽ ശോഭിക്കും. അത് സിനിമയാകാം, പാട്ടാകാം, ഡാൻസ് ആകാം, അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് മേഖലകളിലും ശോഭിക്കും എന്നാണ് ജ്യോതിഷപരമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മാണി സി കാപ്പന്റെ ജനന തീയതി കൃത്യമായിട്ട് തോന്നുന്നു. മാണി സി കാപ്പന്റെ നക്ഷത്രം തിരുവോണമാണ്, ബുധനാഴ്ച ദിവസമാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം സിനിമാ പ്രവർത്തന മേഖലയിലൊക്കെ ആയിരുന്നു, അദ്ദേഹം കടബാധയിലൊക്കെ പെട്ട ഒരു വ്യക്തിയാണ്. ശരിയാണ്, തിരുവോണം നക്ഷത്ര ജാതകൻ കടത്തയിലൊക്കെ കടം കീറിയൊക്കെ കുത്തുപാളി എടുക്കുന്ന ഒരു നക്ഷത്രവുമാണ്. എന്നാൽ 2026 തിരുവോണം നക്ഷത്ര ജാതകന്റെ സമയം കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം 2026 പാലായിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാലായിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ വിജയസാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. മാണി സി കാപ്പന് വിജയസാധ്യത പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇനിയും അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ കുറിച്ച് ചിന്തിക്കാം. ഷോൺ ജോർജ് PC ജോർജിന്റെ മകനാണ്, BJPയുടെ സ്ഥാനാർത്ഥിയാണ്, അഥവാ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലായിൽ മത്സരിക്കുന്നു. ഷോൺ ജോർജ് ആദ്യമായിട്ട് MLA ആയി മത്സരിക്കുന്നത് പാലായിൽ നിന്നുമാണ്. ഓടി വന്ന് ഒറ്റയടിക്ക് പാലായിൽ നിന്നും ജയിച്ചു പോകാൻ പാലാക്കാർ ആഗ്രഹിക്കത്തില്ല. പ്രത്യേകിച്ച് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ പാലായിൽ നിന്നും ജയിപ്പിക്കുവാൻ പാലാ നിവാസികൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഷോൺ ജോർജ് കുറെ വോട്ടുകളൊക്കെ പിടിക്കും, 3ാം സ്ഥാനത്ത് വരും എന്നുള്ളതല്ലാതെ ഷോൺ ജോർജിന്റെ വിജയസാധ്യത വളരെ കുറവാണ്. അപ്പോൾ പാലായിൽ നിന്നും ആരായിരിക്കും ജയിക്കുക? പാലായിൽ നിന്നും മാണി സി കാപ്പനാണ് ജയിക്കാൻ സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ലൈക്ക് രേഖപ്പെടുത്താം. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിലെല്ലാം UDF സ്ഥാനാർത്ഥികളാണ് ജയിച്ചതായിട്ട് കാണുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷം ചേർന്ന് ഞാൻ പറയുന്നതല്ല, ജ്യോതിഷപരമായിട്ടുള്ള ഒരു വിശകലനം കൊണ്ട് ഇങ്ങനെയാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ചും മമതയുണ്ടായി അവർക്ക് വേണ്ടി മാത്രം PR വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കിത് സത്യസന്ധമായിട്ട് ജ്യോതിഷം അറിയാവുന്നവർക്കൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ എല്ലാ ദിവസവും ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കണ്ട് സഹകരിക്കുക. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.